200-ലേറെ വർഷം പഴക്കമുണ്ട് ഈ ആചാരത്തിന്. മതത്തിന്റെ പേരിൽ മനുഷ്യനെ കൊല്ലുന്ന ഇക്കാലത്ത് പണ്ടത്തെ മനുഷ്യരുടെ ഇത്തരം ചെറിയ കർമ്മങ്ങളെക്കുറിച്ച് ഒന്ന് ഓർക്കുന്നതെങ്കിലും നല്ലതല്ലേ? നാട്ടുകാർ ഉദ്യാവരമാട എന്ന് വിളിക്കുന്ന മഞ്ചേശ്വരത്തെ ഈ ക്ഷേത്രത്തിന് 200 വർഷമെങ്കിലും പഴക്കമുണ്ടെന്ന് കരുതുന്നു. ഉദ്യാവരയുടെ ഐശ്വര്യത്തിനും സുരക്ഷയ്ക്കും കാരണക്കാരായ 3 ദൈവങ്ങളാണ് ഇവിടെ കുടിയിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ പേര് ശ്രീ ദൈവകളു ഉദ്യാവര എന്നാണ്. വിഷു കഴിഞ്ഞുള്ള ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ഇവിടത്തെ ഉത്സവം തീരുമാനിക്കുന്നത്. അന്ന് ക്ഷേത്രത്തിൽ ചില ചടങ്ങുകളുമുണ്ട്. ക്ഷേത്രത്തിലെ ദൈവങ്ങൾ അഥവാ ബണ്ട തെയ്യങ്ങളായി പുറത്തിറങ്ങുന്നു. ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ശേഷം കുറച്ചകലെയുള്ള 1000 ജമാഅത്ത് പള്ളിയിലേക്കാണ് പോകേണ്ടത്. ചുവന്ന ഉടയാടകളും മുല്ലമാലയും അണിഞ്ഞ വെളിച്ചപ്പാടുകൾ ദൈവങ്ങളുടെ പ്രതിപുരുഷന്മാരാണ്. പള്ളിയിലേക്കുള്ള ദൂരമത്രയും വാദ്യമേളങ്ങളുമായി അവർ നടന്നു ചെല്ലുന്നു. ഉദ്യാവര 1000 ജുമാ മസ്ജിദ് എന്നാണ് പള്ളിയുടെ പേര്. പള്ളിയുടെ കവാടത്തിൽ ഭാരവാഹികളും നാട്ടുകാരും കാത്തുനിൽക്കുന്നു. അവർ ക്ഷേത്രപ്രതിനിധികളെ പള്ളിയിലേക്ക് ആനയിക്കുന്നു. പള്ളിമുറ്റത്ത് വെളിച്ചപ്പാടിന്റെ അരുളപ്പാട്. ഉത്സവം തീരുമാനിക്കുകയാണ്. ജമാഅത്തിലെ എല്ലാവരും ഉത്സവത്തിന് വരണം. ഞങ്ങൾ ക്ഷണിക്കുന്നു. ഷെയ്ഖുമാരോട് ഞങ്ങൾക്ക് അങ്ങേയറ്റം ബഹുമാനമുണ്ട്. അനേകം വർഷങ്ങളായി നടക്കുന്ന ഈ ഉത്സവം ഞങ്ങളുടെ സ്നേഹവും സാഹോദര്യവും അറിയിക്കാനുള്ള അവസരം കൂടിയാണ്. ആദ്യത്തെ വെള്ളിയാഴ്ചയോടെ വരും. അപ്പോൾ ഞങ്ങൾ വരുന്നതെല്ലാം അറിയിക്കും. അപ്പോൾ ആ സമയത്ത് ഇവിടുത്തെ ചടങ്ങ് വെള്ളിയാഴ്ച 1:30 മണിയാകുമ്പോൾ തീരും. ഒരു 1:35 ഇവിടെ വരും. വന്നിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾ സാധാരണ എല്ലാ ദിവസവും തമ്മിൽ ബന്ധമുണ്ട് ഇവിടുത്തെ ഇതായിട്ട്. അപ്പോൾ ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ വെള്ളിയാഴ്ച വരും. അപ്പോൾ ഒരാടെ ഇതുണ്ട്, എന്ത് യാത്ര ഉത്സവമുണ്ട്. അപ്പോൾ അതിന് നിങ്ങളെല്ലാവരും നമുക്ക് ആമന്ത്രിച്ച് നിങ്ങളെല്ലാം ഇത് വേണം, സഹകരണം വേണം. അതുകൊണ്ട് 5 ദിവസം അപ്പോൾ വന്നിട്ട് നിങ്ങൾ വണ്ടിയുണ്ട്. അപ്പോൾ അതിനെല്ലാം വന്നിട്ട് നിങ്ങളെല്ലാം സഹകരണം നമുക്ക് തരണം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വരണം. ഞങ്ങൾ ചെയ്യും. മരം കൊണ്ട് നിർമ്മിച്ചിരുന്ന 1000 ജമാഅത്ത് പള്ളി പുതുക്കി പണിതതാണ്. പണ്ടിവിടെ ഏക്കറുകളോളം സ്ഥലത്ത് നെല്ലും തെങ്ങുമൊക്കെ കൃഷി ചെയ്തിരുന്നതായി പഴമക്കാർ ഓർക്കുന്നു. അസൈ ഷഹീദ് വലിയുല്ലാഹിയുടെ ദർഗയും പള്ളിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. ഉത്സവത്തിനുള്ള ക്ഷണം സ്വീകരിച്ച ശേഷം നാട്ടുകാരും ജമാഅത്ത് അംഗങ്ങളും ചേർന്ന് ക്ഷേത്രജനങ്ങളെ യാത്രയയക്കുകയാണ്. ഉത്സവ ദിവസം ജമാഅത്തിന്റെ പ്രതിനിധികൾ ക്ഷേത്രത്തിലെത്തി ക്ഷേത്രമുറ്റത്തെ തറയിൽ ഇരിക്കും. ക്ഷേത്രഭാരവാഹികൾ വലതുവശത്തും ജമാഅത്തുകാർ ഇടതുവശത്തുമായി ഇരുന്ന് ഉത്സവത്തിന് മേൽനോട്ടം നൽകും. ജമാഅത്ത് കമ്മിറ്റി ക്ഷേത്രത്തിലേക്ക് പണവും നെല്ല്, പഴങ്ങൾ തുടങ്ങിയവയും നൽകും. പകരം പള്ളിയിൽ ഉറുസ് നടക്കുമ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് അരി, നെയ്യ്, വെളിച്ചെണ്ണ തുടങ്ങിയ സാധനങ്ങളും എത്തിച്ചു കൊടുക്കും. മെയ് 8-നാണ് ഇത്തവണത്തെ ഉത്സവത്തിന് കൊടിയേറിയത്. ഉത്സവം 5 ദിവസം ഉണ്ടായിരുന്നു. അന്ന് ദൈവങ്ങളെല്ലാം പുറത്തിറങ്ങുന്നു. ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുള്ള രഥത്തിൽ അണ്ണ, തമ്മ എന്നീ സഹോദര ദൈവങ്ങളെ എഴുന്നള്ളിക്കുന്നു. അവർ മുഖാമുഖം വന്നു നിൽക്കുകയും തെയ്യങ്ങൾ കെട്ടിയാടുകയും ചെയ്യുന്നു. അന്നത്തെ മറ്റൊരു പ്രധാന ചടങ്ങാണ് ഉത്സവത്തിനെത്തിയ വിശിഷ്ട വ്യക്തികളെ ദൈവത്തിന് പരിചയപ്പെടുത്തൽ. ഉത്സവ ദിവസം തെയ്യം കെട്ടുന്നത് പമ്പത എന്ന സമുദായത്തിൽപ്പെട്ട കലാകാരന്മാരാണ്. നമ്മളൊന്ന് ആലോചിച്ചു. അള്ളാഹുവിന്റെ ഖുർആൻ മുസൽമാൻ ഏറ്റുപിടിക്കേണ്ട ആദർശത്തെ കുറിച്ച് പറഞ്ഞു. കുൽ ഹാദിഹി സബീലി
പറയൂ നബിയേ, ഇതാകുന്നു എന്റെ മാർഗം. അതോ ഇലല്ലാഹി അലാ ബസീറത്തിൻ, ഈ മാർഗത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് വളരെ കൃത്യമായ പ്രമാണത്തിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നിട്ട് പറയുന്നത് എന്താണ്? അല്ലാഹു റസൂൽ പറയാണ്, അനവമനിത്തബാനി, ഞാനും എന്നെ പിൻപറ്റുന്നവരും ക്ഷണിക്കുന്നത് ഈ മാർഗത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ സുബ്ഹാനല്ലാഹ് വമാ അന മിനൽ മുശ്രിക്കീൻ, എന്റെ രക്ഷിതാവ് എത്രയോ പരിശുദ്ധനാണ്, ഞാൻ മുശ്രിക്കുകളിൽപ്പെട്ടവനല്ല. സഹോദരങ്ങളെ, നമ്മുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കേണ്ടതിന് പകരം ഈ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞുകൊണ്ട് മുസൽമാന്റെ ആദർശത്തെ കൊണ്ടുപോയി ക്ഷേത്രങ്ങളിലും ഉത്സവങ്ങളിലും കളഞ്ഞ് അവസാനം ഉപ്പ് വെള്ളത്തിലിട്ട പോലെ ഇസ്ലാം ദീൻ കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയതിന്റെ പിന്നിൽ ആരാ? ഡൈനാമിക്കിനെ പോലും തകർക്കാൻ പറ്റാത്ത ഐക്കലിന്റെ കഥ പറഞ്ഞുകൊണ്ട് വഴിമാറി ഒഴുകിക്കൊണ്ട് പിന്നെ പ്രാർത്ഥനകൾ അല്ലാഹുവില്ലാത്തവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു പഠിപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഈ രൂപത്തിൽ തങ്ങന്മാരിലേക്കും പൂജാരികളിലേക്കും പൊയ്ക്കോളൂ എന്ന് പത്തു കൊടുത്ത് പുഷ്പമറിഞ്ഞ ചാരങ്ങളിൽ പോയി സുജൂദ് ചെയ്ത് കാണിച്ചു കൊടുത്ത് അത് ന്യായീകരിച്ച് അവസാനം ഉമ്മത്തെത്തിപ്പെട്ട അപകടം ഇതാണെങ്കിൽ ചില ആളുകൾ പറയും, ഇതെല്ലാം കാസർഗോഡ് 200 കൊല്ലമുള്ള ക്ഷേത്രത്തിൽ അവിടെ നടന്നതല്ലേ, ഞങ്ങൾ ഇങ്ങനെ ഒരിക്കലും തന്നെ ഞങ്ങളുടെ മക്കാമിലും ഇതുപോലെ ഉത്സവമോ അതുപോലെ ഏതെങ്കിലും തരത്തിൽ അനാചാരങ്ങൾ നടക്കുമ്പോൾ പട വന്നിട്ട് പ്രസാദം വാങ്ങി തിരിച്ചു പോണ പരിപാടിയൊന്നുമില്ല എന്നിട്ട് ആരും തെറ്റിദ്ധരിക്കണ്ട. ഈ രൂപത്തിലുള്ള ശിർക്ക് കേരളത്തിൽ മുസ്ലിങ്ങളുമായി കൂടിയാടിയത് കൊണ്ടുണ്ടായി എന്നുള്ളത് ഖാസിമി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഖാസിമിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആ ഖാസിമി ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനം നിർവഹിച്ചു പിന്നെ കൊണ്ടു നടക്കുന്ന മമ്പറ മക്കാമില് സഹോദരങ്ങളെ കളിയാട്ടം ഉത്സവം നടക്കുമ്പോൾ ഇതുപോലെ മമ്പറ മക്കാമിലേക്ക് വന്ന് അവിടെ സകല തോന്നിയാസവും കാണിച്ച് തിരിച്ചു പോകുന്നു എങ്കിൽ ഈമാനുള്ളവരെ ഞങ്ങൾ പറയുന്നതിൽ കഴമ്പുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കൂ. ആ രംഗം കൂടെ കണ്ടോളൂ. കളിയാട്ടത്തിന് ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പായി ഇവർ പ്രസിദ്ധമായ മമ്പുറം പള്ളിയിലേക്കാണ് ആദ്യത്തെ വരവ്. ഇവിടെ നിന്നും അനുഗ്രഹം വാങ്ങി പാടിക്കളിച്ച ശേഷം മാത്രമേ കളിയാട്ടക്കാവിലേക്ക് കുതിരകളെയും കൊണ്ട് പോകാറുള്ളൂ.
അനുഗ്രഹവുമായി വന്നവർ മമ്പുറം പള്ളിക്ക് ഉള്ളിൽ പോയി അനുഗ്രഹം വാങ്ങി വരുന്ന കാഴ്ചകൾ നമുക്കിവിടെ കാണാം. സഹോദരങ്ങളെ, ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചനം എന്താണ്? ലതത്തബിഉന്ന സുനന മൻ കാന ഖബലകും ശിബ്റൻ ബിശിബ്റിൻ ബദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലൂ സുഹറ റബ്ബിൽ ലതബിഅതുമൂ. ജൂത ക്രിസ്ത്യാനികളെ പിഴച്ച മാർഗങ്ങളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും എന്റെ ഉമ്മത്ത് പിൻപറ്റുക തന്നെ ചെയ്യുമെന്ന് റസൂൽ പ്രവചിച്ചല്ലോ. ആ പ്രവചനം ഇന്ന് കൊച്ചു കേരളത്തിലും പുലർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ആരാണ് ഇരുട്ടിലേക്ക് ഈ സമുദായത്തെ വഴിക്കുന്നത്? ആരാണ് ഈ രൂപത്തിൽ ഫത്വകൾ കൊടുക്കുന്നത്? ആരാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത്? നിങ്ങൾ ചിന്തിക്കുക. മുജാഹിദ് പ്രസ്ഥാനം എങ്ങാനും ഈ ഖുർആനിന്റെയും സുന്നത്തിന്റെയും സലഫുകളുടെ മാർഗവും പറയാനില്ലായിരുന്നെങ്കിൽ ഈ ഉമ്മത്ത് എന്താകുമായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മഹത്തായ ആദർശം കൃത്യമായി കൊണ്ട് ജനസമൂഹത്തിന് എത്തിച്ചു കൊടുക്കുവാൻ ലാ തസാലു ത്വായിഫത്തുൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് യത്താ യഅതിയ അംറുല്ലാഹ്